ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാം തിരുവചനം, യേശു മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. കർത്താവായ യേശു പിതാവാം ദൈവത്തോട് വിശ്വസ്തത, അനുസരണം എന്നിവ പ്രകടമാക്കുന്നതിൽ ഏറ്റവും നല്ല മാതൃക വച്ചു. എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ എതിർപ്പിനും, കഷ്ടപ്പാടിനും മധ്യേയും തൻ്റെ സ്വർഗീയ പിതാവിനോടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചു. ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള തൻ്റെ അവസാന ദിവസം അവന് എന്തെല്ലാമാണ് സഹിക്കേണ്ടി വന്നത്. അറസ്റ്റിലായി, കള്ളസാക്ഷികളുടെ കുറ്റാരോപണത്തിന് വിധേയനായി, അഴിമതിക്കാരായ ന്യായാധിപന്മാർ കുറ്റവാളിയെന്ന് വിളിച്ച് മുദ്ര കുത്തി, പരിഹാസപാത്രമായി, പടയാളികളുടെ ക്രൂരമർദ്ദനം, അവസാനം പരസ്യമായി ക്രൂശിന്മേൽ ആണികളാൽ തറയ്ക്കപ്പെട്ടു. മരണസമയത്ത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ തൃക്കൈയിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മരണത്തോളം കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനായി നിലകൊണ്ടത് മൂലം പറുദീസായിലെ നിത്യജീവൻ നേടാനുള്ള വഴി നമുക്ക് തുറന്നു തന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നല്ലൊരു മാതൃക വെച്ച് പോയതുപോലെ നമുക്കും വിശ്വസ്തരായിരുന്ന പിതാവ് അല്ലെങ്കിൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത ഈ ജീവകിരീടം പ്രാപിപ്പാനായിട്ട് ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.